ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് പറയുമ്പോൾ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ ഒരു എഗ്ലെസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം മിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗറാണ്, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമ്മളതിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് കട്ടയൊന്നുമില്ലാതെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട തീരെ പാടില്ല. കട്ടകൾ നന്നായി പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കട്ടൊക്കെ ഉടയും. കട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്യാം.
ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു നീരാവി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു ഇത് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കവർ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായി കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ 2 ബൗളും നല്ല സെറ്റായി ഇരുന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് വീഡിയോസിനാണ് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.